PM ശ്രീ പദ്ധതി LDF-ൽ ചർച്ച ചെയ്യുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. CPI-യെ അവഗണിക്കില്ല. സംസ്ഥാനം നിലപാട് വ്യക്തമാക്കിയ ശേഷം ആവശ്യമെങ്കിൽ കേന്ദ്ര നേതൃത്വം ഇടപെടുമെന്നും MA ബേബി പറഞ്ഞു. വളരെയധികം സാമ്പത്തികമായി ഞെരുക്കം നേരിടുന്ന കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്രദമാകുന്ന വിധത്തിൽ കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കാൻ കഴിയുക എന്നുള്ളത് പരിശോധിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഇതിനെക്കുറിച്ച് വിശദീകരിച്ചത്. CPI ഈ വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് LDF-ന്റെ കൺവീനർ പ്രഖ്യാപിച്ചത്. ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനും കഴിയും. പക്ഷേ ഒരു വട്ടം വേണ്ട എന്ന് തീരുമാനിച്ച പദ്ധതി വീണ്ടും അത് സ്വീകരിക്കാം, വഴങ്ങാം എന്നൊരു ആലോചനയിലേക്ക് പോകാനുള്ള സാഹചര്യം എന്താണ്, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ? ഈ ചോദ്യവും LDF-ന്റെ യോഗത്തിൽ അവർ ചർച്ച ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ചർച്ച ചെയ്തൊരു അഭിപ്രായം രൂപീകരിച്ച് കഴിയുമ്പം അതിലെന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ അതോ അത് തന്നെ അംഗീകരിക്കാവുന്നതാണോ എന്ന് പിന്നെ CPM-ന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് തീരുമാനിക്കാൻ കഴിയും. CPI-യെ അവഗണിക്കുന്ന ഒരു സമീപനം അഖിലേന്ത്യാ തലത്തിലോ കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെ തലത്തിലോ ഉണ്ടാവുകയില്ല. CPI-യെ അവഗണിക്കില്ല. നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായത്തെ തള്ളിക്കൊണ്ടാണ് CPM ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം വരുന്നത്. അർജുൻ പീതാംബരനുണ്ട് വിവരങ്ങളുമായിട്ട്. അർജുൻ, രാജ്യത്ത് തന്നെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ വിസമ്മതിച്ചത് പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനമാണ്. അതിലൊന്നായിരുന്നു കേരളവും. പക്ഷെ അതിനിടെയാണ് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം വരുന്നത്. എന്തിനാണ് കുട്ടികൾക്ക് കിട്ടേണ്ടുന്ന പൈസ നമ്മൾ വേണ്ടെന്ന് വെക്കുന്നത്, പദ്ധതി നടപ്പാക്കുമെന്നുള്ള പ്രതികരണം മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഇപ്പോൾ സർക്കാരിനെ പൂർണ്ണമായും തള്ളുകയാണോ കേന്ദ്ര നേതൃത്വം? എന്താണ് വിഷയത്തിൽ CPM കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്? അക്ഷയ, കേരളം, തമിഴ്നാട് അതുപോലെ തന്നെ പശ്ചിമ ബംഗാളി സംസ്ഥാനങ്ങളാണ് ഈ PM ശ്രീ പദ്ധതിക്കെതിരെയൊക്കെ നിലവിൽ വന്നിരിക്കുന്നത്. പക്ഷേ അതിൽ കേരളം ഒഴികെ മറ്റ് രണ്ട് സംസ്ഥാനങ്ങളും നിയമ നടപടികളൊക്കെ ഈ ഫണ്ടിനെ സംബന്ധിച്ച് വാങ്ങിയെടുക്കുന്നതിനെ സംബന്ധിച്ച് പോകുന്ന ഒരു ഘട്ടമുള്ളപ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി PM ശ്രീ പദ്ധതി അംഗീകരിക്കുന്നു എന്നുള്ള തരത്തിലേക്കെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണവും അദ്ദേഹത്തിൻ്റെ നടപടികളും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നടപടികൾ മുന്നോട്ട് പോകുന്നത്. അത് എതിർക്കും അല്ലെങ്കിൽ PM ശ്രീ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്നുള്ള പ്രതികരണം എന്തായാലും MAയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. LDF അത് ചർച്ച ചെയ്യും. LDF ആണ് ചർച്ച ചെയ്യേണ്ടത് കേരളത്തിൽ. അതിനുശേഷം അതിലെന്തെങ്കിലും തിരുത്തൽ വേണമെങ്കിലോ അതിൽ കൂടുതൽ എന്തെങ്കിലും ഇടപെടൽ ആവശ്യമുണ്ടെങ്കിലോ മാത്രം കേന്ദ്ര നേതൃത്വം സംസാരിക്കും, ചർച്ച ചെയ്യുമെന്നുള്ള കാര്യമാണ്. പക്ഷേ അതിൽ തന്നെ അദ്ദേഹം പ്രധാനമായി പറയുന്ന മറ്റൊരു കാര്യം, ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി NEP ഒരു തരത്തിലും കേരളത്തിൽ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല. അത് LDF അതിന് വിരുദ്ധമാണ്. പ്രത്യേകിച്ചും CPM അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് എത്തിയിരിക്കുന്നത്. അതായത് കാവ്യവൽക്കരണമാണ് കേന്ദ്രം, പ്രത്യേകിച്ചും BJP ഈ പുതിയ പാഠ്യപദ്ധതിയിലൂടെ വിദ്യാഭ്യാസ നയത്തിലൂടെ ശ്രമിക്കുന്നത്. ആ CPM-ന്റെ നിലപാട് ഇപ്പോഴും അദ്ദേഹം അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ PM ശ്രീ പദ്ധതി അത് നടപ്പിലാക്കേണ്ടി വന്നാൽ, അത് അംഗീകരിക്കേണ്ടി വന്നാൽ തീർച്ചയായിട്ടും അത് NEP ഈ പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അംഗീകരിക്കേണ്ട ഒരു തലത്തിലേക്ക് പോകും. അതിനൊരു തരത്തിലും സമ്മതിക്കില്ല. മറിച്ച് ഈ NEP അംഗീകരിക്കാതെ തന്നെ എങ്ങനെ ഈ സാമ്പത്തിക ഗുണം, ഈ PM ശ്രീയെ സംബന്ധിച്ചുള്ള ഗുണങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ഗുണങ്ങൾ അത് സംസ്ഥാനത്തിന് വാങ്ങിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് ചർച്ച ചെയ്യുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയ കാര്യം. ഈ NEP-യെ സംബന്ധിച്ച് കേരളത്തിന് ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ വരുത്തണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അത് തന്നെയാണ് CPM-ന്റെ നിലപാട്. അത്തരത്തിലുള്ള ഭേദഗതികൾ, അത്തരത്തിലുള്ള മാറ്റങ്ങൾ വന്നാൽ മാത്രം, വരുത്തിയാൽ മാത്രം NEP കേരളം അംഗീകരിക്കും. അതിനപ്പുറത്തേക്ക് നിലവിലുള്ള രീതിയിൽ, ഇപ്പോൾ ഉള്ള രീതിയിൽ ഒരു തരത്തിലും ഈ പുതിയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കില്ല എന്നുള്ളൊരു പ്രതികരണമാണ് MA ബേബിയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും PM ശ്രീ പദ്ധതിക്ക് തടയിടുന്നതുമാണ്. സംസ്ഥാനത്തെ നിലപാട് പ്രകാരം PM ശ്രീ പദ്ധതി അംഗീകരിക്കേണ്ടി വന്നാൽ അവിടെ NEP അംഗീകരിക്കേണ്ടി വരുമെന്ന നിലപാട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പ്രതികരണം ആണ് അതിന് തടയിടുന്നത്. എന്തായാലും LDF തന്നെ ഇക്കാര്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കട്ടെ. അതിലെന്തെങ്കിലും ഭേദഗതി വേണമെങ്കിൽ അത് കേന്ദ്ര നേതൃത്വം ഇടപെടുമെന്നുള്ള കാര്യമാണ്. CPI-യുടെ എതിർപ്പ് അതും അദ്ദേഹം പദ്ധതി നടപ്പിലാക്കില്ല എന്നുള്ളതാണ് CPM ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. CPM ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് അർജുൻ പീതാംബരൻ നൽകിയത്.